അടയാളം കൂടെ അത് നൽകുന്നുണ്ട്. ചില പള്ളികളിലൊക്കെ പള്ളിയിൽ ഉണ്ടാവും, എവിടെയെങ്കിലും അത് പതിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഒരു വഞ്ചിയാണ്, ഒരു വഞ്ചി അതിനൊരു ഉദാഹരണം. ഒരു കടലിലാണ് ആ വഞ്ചി. അത് ജീവിതമാകുന്ന ഒരു വഞ്ചിയായിട്ടാണ്. ആ കടൽ തിരുസഭയാകാം, ഈ ലോകമാകാം, നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളാവാം. അപ്പൊ ഈ വഞ്ചി കടലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കടൽ അത്ര ശാന്തമൊന്നുമല്ല, കടൽ ഇങ്ങനെ ഇളകുന്നുണ്ട്. ഈ ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ പറയുന്നത് ആ ഇളകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ ആ നൗകയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഒരു 4 കളറിലുള്ള മനുഷ്യരെ അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചത്. 4 കളറുകളുണ്ട്, 4 ദിക്കുകൾ, 4 ദേശത്തു നിന്നുള്ള ആളുകളെയാണ്. അതിൽ ഏറ്റവും മുമ്പിൽ പോകുന്ന, ഏറ്റവും മുമ്പിലായിരിക്കുന്ന ആള് മുറുകെ പിടിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തിനാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ആ കുരിശിനെ ഇങ്ങനെ പിടിച്ചിരിക്കുക. അതിന്റെ പുറകിലുള്ള ആളോ ആ കുരിശിനെ പിടിച്ചിരിക്കുന്ന ആളെ, അതിന്റെ പുറകിലുള്ള ആളോ അതിന് മുമ്പിൽ നിൽക്കുന്നയാൾ. അങ്ങനെ 4 പേരും വളരെ ഐക്യത്തോടുകൂടി മുമ്പിൽ നിൽക്കുന്നയാള് കുരിശിൽ പിടിക്കുമ്പോ ബാക്കിയുള്ള ആളുകളെല്ലാം ആ വ്യക്തിയെ ഇങ്ങനെ അമർത്തി ചേർത്ത് പിടിച്ച് ഇളകുന്ന ഈ സാഗരത്തിലൂടെ ഈ വഞ്ചി ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ആ കുരിശാകുന്ന നങ്കൂരമാണ്, അതാണ് അതിന്റെ ശക്തി. നങ്കൂരം അതിങ്ങനെ കുരിശിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കുരിശിൽ നോക്കി പ്രത്യാശ ഒരിക്കലും നമ്മൾ നിരാശരാക്കുന്നുള്ള റോമാലേഖനം 5:4 നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ വചന വിചാരങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി നന്നായിട്ട് കരങ്ങൾ. സ്നേഹിതരെ, ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്നുള്ള ആപ്തവാക്യം സ്വീകരിച്ച് ഒരു പുത്തനാണ്ടിൽ പുതു ചൈതന്യവുമായി ജൂബിലി വർഷത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മാതൃക, പ്രത്യാശയുടെ മാതൃക ആയിട്ട് എനിക്ക് തോന്നുന്നത് അബ്രാഹത്തെയാണ്. അപ്പോ ലോകത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ, മുസ്ലിം മതവും ക്രിസ്ത്യൻ മതവും യഹൂദ മതവും, അപ്പൊ വളരെ പ്രത്യാശയുടെ പിതാവായി കാണുന്ന, ആത്മീയ പിതാവായി കാണുന്ന ആളാണ് അബ്രാഹം എന്ന് പറയുന്ന ആള്. ഈ അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നത് ഉൽപ്പത്തി ഗ്രന്ഥം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ദൈവം അബ്രാഹത്തെ വിളിക്കുകയാണ്. ദൈവം അബ്രാഹത്തോട് പറയുന്ന കാര്യം ഇതാണ്. 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, കർത്താവ് അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും, ഓർക്കണേ, ഓരോ വാക്ക് ശ്രദ്ധിക്കണം, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകുക. ഇത്ര എളുപ്പമല്ല. നമുക്ക് ഇത് വായിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ഹൈറേഞ്ചിന്റെ താഴ്വാരത്ത് നിന്ന് വരുന്ന മനുഷ്യനാണ്. ഞങ്ങൾ 10-40ഓളം വർഷങ്ങൾ ജീവിച്ചത് തൊടുപുഴയ്ക്കും അകലെ, അങ്ങ് ദൂരെ. തൊടുപുഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ പിടികിട്ടുന്നതുകൊണ്ടാണ് ആ സ്ഥലം തൊടുപുഴ. അവിടുന്ന് ദീർഘദൂര യാത്ര ചെയ്താലാണ് ചീനിക്കുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെ എത്തുള്ളൂ. അപ്പൊ എന്റെ പൂർവികര്, എന്റെ വല്യപ്പൻ, അദ്ദേഹത്തിന്റെ സ്വത്തും സമ്പത്തും, താൻ ജനിച്ച വളർന്ന നാടും വീടും പ്രിയപ്പെട്ടവരെല്ലാം വിട്ട് 40 വർഷക്ക് മുമ്പ്, അതായത് ഇപ്പോഴത്തെ സമയം വെച്ചുകൊണ്ടല്ല, അദ്ദേഹം ഒക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ആ പ്രദേശത്ത് മാറി പുതിയ ദേശത്തേക്ക് വരുന്നത് വരെ ഉള്ള ആ 40 വർഷത്തിന് മുമ്പ് ചിന്തിക്കണം. അന്ന് അദ്ദേഹം അവിടെ വന്ന മലമുകളിൽ താമസം ആരംഭിച്ചതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, അന്നത്തെ കാലഘട്ടത്തിന്റെ സങ്കടങ്ങൾ, ദാരിദ്ര്യം, ഈ കപ്പയും കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ ഉള്ളു. ഇന്നത്തെ പിള്ളേർക്ക് അതെന്താന്ന് ചോദിച്ചാൽ പോലും അറിയാൻ പാടില്ല. ഇന്നെല്ലാവരും നൂഡിൽസും ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന, അന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലേ. ഇതുപോലെ കാലവർഷമൊക്കെ വരുമ്പോ പേടിയാണ്, ചോർന്നൊലിക്കുന്ന പെരയാണ്, ഓലമേഞ്ഞ വീടാണ്, ഓലമേഞ്ഞ വീട്. എന്തുകൊണ്ടാണ് ഇത്? ഈ അബ്രാഹത്തിന്റെ കഥ വായിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഇത് വന്നത്, എന്റെ വല്യപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, അന്ന് ആ ദേശത്തെയും ആ
ആ നാടിനെയും പ്രിയപ്പെട്ടവരെയെല്ലാം വിട്ട് ഒന്നുമറിയാത്ത പുതിയൊരു ദേശത്തേക്ക് വരുമ്പോ ഒരു പ്രതീക്ഷയില്ലാതെയാണ് പോകുന്നത്. അപ്പൊ ഒരു മണ്ണിൽ നിന്നും മറ്റൊരു മണ്ണിലേക്ക് പറിച്ചു നടുമ്പോ യാതൊരു പ്രതീക്ഷയില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഈ അബ്രഹത്തിന്റെ കഥ വായിക്കുമ്പോ പ്രിയപ്പെട്ടവർ, എന്റെ മനസ്സിലേക്ക് വന്നത് ഈ കുടിയേറ്റക്കാരുടെ മനുഷ്യരുടെ അവരുടെ കഷ്ടപ്പാടും അവരുടെ ദാരിദ്ര്യവും അന്നത്തെ രോഗങ്ങളും ദുരിതങ്ങളും യാതൊരു സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? ചോദ്യങ്ങളൊന്നും ദൈവത്തോട് ചോദിക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അബ്രഹാം ചോദിക്കുന്നില്ല. അവിടെ ചെന്നാൽ വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കുന്നില്ല. മറിച്ച് ദൈവം എന്തു പറഞ്ഞുവോ, ശ്രദ്ധിക്കണേ, ദൈവം എന്തു പറഞ്ഞുവോ അതുപോലെ ചെയ്യുന്നയാളാണ് അബ്രഹാം. നമ്മളൊക്കെയാണ് ഒന്നും സംശയിക്കുകയല്ലേ. അബ്രഹാം കണ്ണു പൂട്ടി അങ്ങ് ഇറങ്ങുകയാണ്. എന്നിട്ട് ദൈവം ഒരു വാഗ്ദാനം കൊടുക്കും. ഇങ്ങനെ നീ ചെയ്താൽ നിന്നെ ഞാൻ വലിയൊരു ജനതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ബ്ലെസ്സിംഗ് ആണ്, അതൊരു അനുഗ്രഹമാണ്. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും. ജനതയാക്കണമെങ്കിൽ ഒരു പുതിയ തലമുറ അബ്രാഹത്തിന് വേണം. ദൈവം അബ്രാഹത്തോട് ഈ വിശേഷം പറയുമ്പോ അബ്രാഹത്തിന് എത്ര മക്കളുണ്ട്? മക്കളില്ല. അബ്രാഹത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവം മക്കളില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ വലിയ ജനതയുടെ പിതാവാക്കി നീ എന്നെ മാറ്റുക? അബ്രാഹം ചോദിക്കുന്നില്ല. അങ്ങനെയാണ്. നമുക്കറിയാം, തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ ദൈവം മൗനത്തിലാണ്, കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല. ഒരുപക്ഷെ അബ്രാഹത്തിന്റെ മനസ്സിൽ ആദ്യം വരുന്നുണ്ടാകും, കാലങ്ങൾ, സമയം, വർഷങ്ങളെല്ലാം കടന്നു പോകുന്നു. ദൈവം ആദ്യം വിളിക്കുമ്പോൾ തന്നെ 75 വയസ്സാണ് അബ്രാഹത്തിന്റെ പ്രായമെന്ന്. കാലങ്ങൾ മുന്നോട്ട് പോവാണ്, ഒരു കുഞ്ഞു പോലുമില്ല. ഇടയ്ക്ക് ദൈവം അബ്രാഹത്തിനെ കടൽ തീരത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി പറയും, അബ്രാഹം, ഈ മണൽത്തരികളെ നിനക്കൊന്ന് എണ്ണാൻ സാധ്യമോ? അബ്രാഹം ദൈവം എന്ത് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നയാണല്ലേ. ഈ നിലത്ത് ആ മണ്ണിൽ കുനിഞ്ഞിരുന്ന് അബ്രാഹം മണൽത്തിരി എണ്ണ പോവുക. 1, 2, 3, 4. ദൈവം എങ്ങനെ എടുത്തിരാനാണ്? അബ്രാഹം ഇതുപോലെ മക്കളെ നോക്കട്ടെ. വീണ്ടും പ്രോമിസ്. ഒന്നും സംഭവിക്കുന്നില്ല. മോനെ, ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കിക്കേ. അബ്രാഹം അങ്ങോട്ട് നോക്കും. 1, 2, 3, 4. ദൈവം ഇതെങ്ങനെ എടുത്ത് അബ്രാഹം ഇതുപോലെ മക്കളെ പോവാണ്. ഇത് പറയുമ്പം കുട്ടികളുണ്ടോ അബ്രാഹത്തിന്? ഇല്ല. എന്നാലും ദൈവം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് അബ്രാഹത്തിന് നല്ല ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങടിച്ച് കർത്താവിനെ മാത്രം അബ്രാഹത്തിന് നല്ല ഉറപ്പാണ്. ദൈവം പറഞ്ഞ അതേപോലെ സംഭവിക്കും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഒടുവിൽ ദൈവം അബ്രാഹത്തിന്റെ ഭവനത്തെ സന്ദർശിക്കുന്ന മനോഹരമായ രംഗം വേദപുസ്തകത്തിലുണ്ട്. തൃത്വം എന്നൊക്കെയാണ് പറയുന്നത്. ബൈബിൾ വ്യാഖ്യാനിക്കുന്നവര് പറയുന്നത് ദൈവദൂതന്മാരുടെ ഭാവത്തിലും വേഷത്തിലുമൊക്കെയാണ് അബ്രാഹത്തിന്റെ ഭവനത്തെ ദൈവം സന്ദർശിക്കുന്നത്. 3 ചെറുപ്പക്കാര് ദൈവം അബ്രാഹത്തിന്റെ ഭവനത്തെ സന്ദർശിക്കുകയാണ്. അബ്രാഹം അവർക്ക് വേണ്ടി വലിയൊരു സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. ആ സദ്യയൊക്കെ ആസ്വദിച്ച് മടങ്ങുമ്പോൾ വന്ന ദൈവത്തിന്റെ ദൂതന്മാർ അബ്രാഹത്തിന്റെ ഭവനത്തെ ആശീർവദിച്ചിട്ട് പറയും, അടുത്ത വസന്തത്തിൽ നിന്റെ ഭവനത്തെ ഞാൻ സന്ദർശിക്കുമ്പോ നിനക്ക് ഒരു കുട്ടി ഉണ്ടാവും, ഉറപ്പാണ്. കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി, ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ അബ്രാഹത്തിന്റെ ഭവനത്തെ സന്ദർശിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങാൻ നേരം ആശീർവദിച്ചിട്ട് അടുത്ത വർഷം ഇത് സംഭവിക്കാൻ പോവാന്ന്. അങ്ങനെ ആറ്റുനോറ്റിരുന്ന അബ്രാഹത്തിനും സാറയ്ക്കും ദൈവത്തിന്റെ വാഗ്ദാനം മെല്ലെ 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 സംഭവിക്കാൻ പോവാണ്. ഒരു കുഞ്ഞിനെ ദൈവം നൽകും. പേരെന്താണ് കുഞ്ഞിന്റെ പേര്? ഇസഹാക്ക്. അർത്ഥം അറിയാമോ? പുഞ്ചിരിയുടെ പുത്രൻ എന്നാണ്. കാരണം എന്താണ്?
വർഷങ്ങളായി പ്രാർത്ഥനയും തപസ്സും ഉപവാസവും കാത്തിരിപ്പിന്റെയും ഫലമായി ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോ എന്തൊരു സന്തോഷമാണ് ആ ദമ്പതികൾക്ക്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസഹാക്ക് എന്ന പേരിന്റെ അർത്ഥം പുഞ്ചിരിയുടെ മകൻ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവന്ന് കൊടുത്തയാൾ ഇസഹാക്ക്. അബ്രഹാം ഫുൾ ടൈം കൊച്ചിന്റെ പറയാണ് ഇപ്പോ, ആറ്റുനോട്ടുണ്ടാക്കി കൊച്ചാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷമൊക്കെ ആയി ഒരു കുഞ്ഞിനെ കെട്ടി, നമുക്ക് അത്ര ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചും ത്യാഗമെടുത്തും ഉപവസിച്ചും അങ്ങനെ വിശുദ്ധ നൊവേനകളൊക്കെ ചൊല്ലി നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് കുട്ടിയോട് കുറച്ചധികം അല്ലേ അബ്രഹാം അതുകൊണ്ട് കുഞ്ഞിനെ വിട്ടു പിരിയുന്നില്ല. സാറ അതുപോലെ തന്നെ എപ്പോഴും കൊച്ചിന്റെ പറയുകയാണ്. എന്തുപറ്റി? അതുവരെ ദൈവത്തിന്റെ വാക്കിനോട് മാത്രം ഒരു സമർപ്പണം നടത്തിയിരുന്ന അബ്രാഹത്തിന് ഇപ്പൊ മെല്ലെ 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 ആരിലേക്കായി ശ്രദ്ധ മുഴുവനും? ആരിലേക്കായി? ആ കൊച്ചിലേക്കായി. സംഭവിക്കാം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കുടുംബജീവിതം തുടങ്ങി, അല്ലെങ്കിൽ ബിസിനസ്